പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ മക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ച്, പിതാവേ, എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. പ്രിയ സഹോദരങ്ങളെ, അബ്രാഹത്തിൻ്റെ ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ കൊടുത്തു. സ്വന്തം മകനെ പോലും ബലിയർപ്പിക്കുവാൻ അബ്രാഹം മനസ്സായപ്പോൾ ദൈവം ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ കൊടുക്കുന്നത് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ആ സ്ഥലത്തിന് അബ്രാഹാം യാഹ്വേരെ എന്നു പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. ദൈവസന്നിധിയിൽ നീ ആയിരിക്കുമ്പോൾ നിനക്ക് വേണ്ടതെല്ലാം ദൈവം നിനക്ക് തരും എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇതൊരു വലിയ വാഗ്ദാനം. ആ വാഗ്ദാനം നിറവേറുവാൻ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ആ കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അത് കർത്താവ് തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അബ്രാഹാം പറഞ്ഞതുപോലെ ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. നിനക്ക് ഈ തന്നതെല്ലാം ദൈവമാണ്. നിന്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവം തന്നതല്ല. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മിഷൻ്റെ ഭാഗമായി കർത്താവ് നമ്മളോട് പറഞ്ഞു, ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക. ആ മിഷൻ്റെ ഭാഗമായി ഈ ലോകത്തിലുള്ള 800 കോടിയിലധികം മക്കളെയും ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ അവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം തരും. ആമേൻ ചൊല്ലി നമുക്ക് സ്വീകരിക്കാം. ഞാൻ സ്വീകരിക്കുന്നു കർത്താവേ, അങ്ങ് എനിക്കിന്ന് വേണ്ടതെല്ലാം, മക്കൾക്ക് വേണ്ടതെല്ലാം, ഈ ദേശത്തിന് വേണ്ടതെല്ലാം തരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഈശോയുടെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.